ധ്യാൻ ചേട്ടൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും ഒരു മെമ്മറബിൾ പ്രൊപ്പോസലിനെ പറ്റിയിട്ട് പറയാമോ? നല്ല ചോദ്യം, ഒരുപാടുണ്ടാവും. ഇന്നത്തെ ദിവസത്തിലെ ആർച്ചയായ ചോദ്യം. പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നല്ലേ, അങ്ങോട്ട് പോയി പറയുന്നത് ഞാൻ കിട്ടൂലല്ലേ. അങ്ങനെ ആലോചിക്കുന്നതിനാണ്. അത് ഇവന്റെ കാര്യത്തിൽ ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. പ്രണയവും ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രണയിക്കുന്നത് ഓക്കെ കുറെ ഒരു സമയം എനിക്ക് തോന്നുന്നു ഞാനുള്ള സ്ഥലത്തൊക്കെ നമ്മളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചില സ്ഥലങ്ങൾ നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ ആയിരുന്ന സമയത്ത് ആദ്യത്തെ പ്രണയം എന്ന് പറയുന്നത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന 7ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ 7ാം ക്ലാസ്സിലായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രണയം. 2ാം ക്ലാസ്സിലായിരുന്നു ആദ്യത്തെ പ്രണയം. ആണോ? പപ്പീനാണോ പ്രേമിച്ചത്? അപ്പൊ ആ പ്രണയത്തിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ട്വിൻസ് ആയിരുന്നു 2ാം ക്ലാസ്സിൽ. അപ്പൊ ഒന്ന് പോയാൽ മറ്റേത്, അങ്ങനെ അവർ രണ്ടുപേരോടും പറഞ്ഞു പോയി. 4ാം ക്ലാസ്സിലാണ് പറഞ്ഞത്. അതും ഒരു വാലന്റൈൻസ് ഡേ ആയിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യത്തെ പ്രണയം എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 7ാം ക്ലാസ് കഴിയുന്ന സമയത്താണ് ആദ്യ പ്രണയം. ഒരു മുസ്ലിം കുട്ടിയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങള് പ്ലാൻ ചെയ്യുന്നു. അത് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നോക്കിയും കണ്ടും ക്ലാസ്സിലായിരുന്നു. എൻ്റെ നോക്കിയും കണ്ടൊക്കെ ഇപ്പോൾ ഇഷ്ടമാണെന്ന് അവർക്ക് തോന്നി. ഞങ്ങളങ്ങനെ അങ്ങോട്ട് പ്രണയ ഇതിലോട്ടേക്ക് വരുന്നു. അപ്പൊ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ആ സമയം ഞാൻ കുറച്ച് മെച്ചൂർഡ് ആയിരുന്നു അപ്പോഴേ. അവളും പറഞ്ഞു ഇതേ കാര്യം പറഞ്ഞു, നമുക്ക് വിവാഹത്തെക്കുറിച്ചും വീട്ടിൽ സംസാരിക്കാം 8ാം ക്ലാസ്സിൽ. അങ്ങനെ ഞാൻ 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ അച്ഛനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ അച്ഛനോട് ഈ കാര്യം അവതരിപ്പിച്ചു. കൈരളിയുടെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതാണ് അച്ഛൻ തന്ന് പറഞ്ഞത്. തെളിവാണ് കഥകൾ പറയുന്നത്. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കല്യാണത്തെക്കുറിച്ച് ഞങ്ങൾ പ്ലാനിങ് നടത്തി. അവളുടെ വീട്ടിലും അതേപോലെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അവളുടെ അച്ഛൻ 10ാം ക്ലാസ്സിൽ ഞങ്ങളെ വീടിന്റെ കോളനിയുടെ ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് പൊക്കി. വാട്ടർ ടാങ്കിന്റെ ബാക്കിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എങ്ങനെ ഈ പിറട്ടക്കളവൻ കണ്ടുപിടിച്ച എന്റെ മോളിക്കേരി എനിക്ക് ഇപ്പോഴും പറഞ്ഞോടാ. പൊക്കി ആ ഏരിയ മൊത്തം അങ്ങേരെന്നെ നാറ്റിച്ചു. അതോടെ ഞാൻ വിചാരിച്ചു ഇത് അവസാനിച്ചു എന്ന്. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടിയെ, ഞാൻ പ്രണയിച്ച കുട്ടിയെ അച്ഛൻ, ഇവളുടെ ഫാദർ സ്കൂള് മാറ്റിച്ചു. നമ്മളെ വിടുവോ? അങ്ങനെ 10ാം ക്ലാസ്സിൽ ഞാൻ ഹിന്ദി ആയിരുന്നു എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ്. ഹിന്ദി അല്ല, അതുപോലെ മറന്നുപോയല്ലോ, ഫ്രഞ്ച്. അങ്ങനെ ഫ്രഞ്ച് അത്യാവശ്യം പഠിക്കാനൊക്കെ അത്യാവശ്യം എളുപ്പമായതുകൊണ്ടും ഞാൻ 11th ആയപ്പോൾ എൻ്റെ ബാച്ചിലെ കുറേ സുഹൃത്തുക്കൾ, എൻ്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ ആ സമയത്ത് പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിട്ട് ഞാൻ പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞു, ക്ലാസ്സിലെ പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞു, നമുക്ക് +1 സാൻസ്ക്രിറ്റ് എടുക്കാം, സാൻസ്ക്രിറ്റ് എളുപ്പമാണ് ഫ്രഞ്ചിനേക്കാളും. അങ്ങനെ ഇവന്മാരെ കൊണ്ടൊക്കെ സാൻസ്ക്രിറ്റ് എടുപ്പിച്ചു. +1 എൻ്റെ അന്നത്തെ പ്രണയിനിയായ ആ കുട്ടി സ്കൂള് മാറിയപ്പോൾ ഞാൻ വേറെ സ്കൂളിൽ പോയിട്ട് ഫ്രഞ്ച് എടുത്ത്. ഇവന്മാരൊക്കെ സാൻസ്ക്രിറ്റ് എടുത്ത് തോറ്റുപോയി. +1 എടുക്കാൻ എല്ലാവരും തോറ്റുപോയി. പിന്നെ എന്നെ 10ാം ക്ലാസ് റിയൂണിയന് പോലും ഇവന്മാരും വിളിക്കൂല. അങ്ങനെ ആ കുട്ടി അതേ സ്കൂളിൽ പോകുന്നു. കാരണം ആ സ്കൂളിലേക്ക് അവളെ ചേർക്കാനുള്ള കാര്യം 90% കട്ട് ഓഫ് പോകണമായിരുന്നു അന്നത്തെ. അപ്പൊ എനിക്ക് 88 87 പഠിപ്പിച്ചായിരുന്നു ഞാൻ. സോറി ഗൈസ്, നിന്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് എന്താ? ഈ അവസരത്തിൽ ചോദിക്കാമെന്നറിയില്ല.
വാലന്റൈൻസ് ഡേ ആണ് വിഷയത്തിൽ നിന്ന് മാറുന്നത്. സോറി, അതിനിടയിൽ അക്കാഡമിക്സിലോട്ട് പോയി. അങ്ങനെ 88% വാങ്ങി. എനിക്ക് ഇത് ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ 88% എപ്പോഴും നമുക്ക് പ്രശ്നം വരും എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂത്ത ഒരാളുണ്ടാവും എല്ലാ കുടുംബത്തിലും. ലവൻ പഠിക്കും, ലവൻ പാടും, ലവൻ എല്ലാം ചെയ്യും. എന്റെ കഷ്ടകാലത്ത് ഡാൻസ് ഒഴിച്ച് എല്ലാ കുന്തവും ചെയ്യും. അപ്പൊ തന്നെ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സിബ്ലിങ്സിനിടയിൽ ഒരു കമ്പാരിസൺ വരും. സ്വാഭാവികമായിട്ടും ഇത് ഭയങ്കര ദ്രോഹമാണ് ചെയ്യുന്നത്, അല്ലേ? തോന്നിയിട്ടില്ലേ? നീ ഒറ്റ മോനല്ലടാ. അല്ല, എനിക്ക് അനിയനായിരുന്നു. നീയാണോ ആ വീട്ടിലെ കലാകാരൻ? അനിയനായിരുന്നു. അങ്ങനെ ഈ കമ്പാരിസൺ വരുന്ന സമയത്ത് കൊണ്ട് എന്നെ ചെറുപ്പം മുതൽ, എൻ്റെ LKG മുതൽ എൻ്റെ മറ്റേ കഴിഞ്ഞ ജന്മത്തെ ശത്രുവാണ് മകനായി ജനിക്കുക. എൻ്റെ കേസിൽ ചേട്ടനായിട്ടാണ് ജനിച്ച പുള്ളി. അങ്ങനെ എനിക്ക് എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ്, മിസ്റ്റർ പെർഫെക്റ്റ്. പുള്ളിക്ക് 95%, 94% പുള്ളിയുടെ 10ാം ക്ലാസ്സിലെ SLCയുടെ മാർക്ക്. 94 പോയിന്റ്സ്. നീ അതിന്റെ 7 ഏലത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിയുടെ ഒരു ഇത് വെച്ചിട്ട് 6% പോയതായിരിക്കത്തില്ല. ബാക്കി 94 വേണ്ടി എഴുതിയിട്ട് സമയം തികഞ്ഞതായിരിക്കും. ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ SLCക്ക് പുള്ളി 10ാം ക്ലാസ്സിൽ യുവജനോത്സവത്തിൽ പുള്ളിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. 60-50 എനിക്കത് ഗ്രേസ് മാർക്ക് അത്രയുണ്ട്. കാരണം യുവജനോത്സവത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് ആയിരുന്നു പുള്ളി മാപ്പിളപ്പാട്ട്. അങ്ങനെ 470 500 480 മാർക്ക് വാങ്ങിച്ച അദ്ദേഹം ഗ്രേസ് മാർക്കും കൂട്ടിക്കഴിഞ്ഞാൽ 540 500. അപ്പൊ പിന്നെ 100 101% മാർക്കോടെ ജയിച്ച ലോക ചരിത്രത്തിലെ ഒരാളായിരിക്കും പുള്ളി. അപ്പൊ ഗ്രേസ് മാർക്ക് കൂട്ടൂല. 450 മുകളിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ഗ്രേസ് കൂട്ടില്ലെന്നോ. അങ്ങനെയുള്ള അദ്ദേഹമായിട്ടുള്ള കമ്പാരിസൺ ആണ് ഞാൻ വർഷങ്ങളായിട്ട്. അങ്ങനെ 88% വാങ്ങിച്ച ഞാൻ, പ്ലസ് പ്രണയമുണ്ട്, ഓർക്കണം. പ്രണയം ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെയുള്ള എന്നെ എൻ്റെ വീട്ടിൽ അമ്മ നശിച്ചു പോയി, ഞാൻ തീർന്നു. അച്ഛൻ പിന്നെ കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമില്ല. പക്ഷേ അതേ ഇവനെ പോലെ ഉള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ ജസ്റ്റ് പാസ്. ഹലോ, ഞാൻ ജസ്റ്റ് പാസ് അല്ല, എടാ നിന്നെ പോലെ ഇരിക്കുന്ന ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഒരു കണ്ണും ചായ സുന്ദരമല്ല. അങ്ങനെയുള്ള എൻ്റെ സുഹൃത്ത്, ജസ്റ്റ് പാസ്സായ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛൻ കാറ് വാങ്ങിച്ചു കൊടുത്തു. കാരണം അവൻ തോക്കുന്ന് വിചാരിച്ചതാ അവര്. അപ്പൊ നമ്മളിവിടെ തെറ്റ് പറ്റിയിരിക്കുന്ന എവിടെയാണ്? ഞാനാണ് തെറ്റുകാരൻ. ഞാൻ ഇവർക്ക് പ്രതീക്ഷ കൊടുത്തു. നമ്മൾ ഒന്നുകിൽ തോറ്റു പഠിക്കുക, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ കൊടുത്തു, ഇവർ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഏതോ ഒരു കഷ്ടകാലത്തിന് 9ാം ക്ലാസ്സിലായിട്ട് ഒരു ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു പോയി. ഓ, അത് ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഫസ്റ്റ് റാങ്ക്, സോറി, ഇത് തെറ്റുപറ്റിപ്പോയി. കാരണം എൻ്റെ പ്രണയിനി ആ ക്ലാസ്സിലായതുകൊണ്ടും അവളെ മുന്നിൽ പ്രൂവ് ചെയ്യണം എന്നുള്ള അക്കാഡമിക്സ് വഴിയാണ് ഞങ്ങൾ കണക്ട് ആയത്. രക്ഷയുണ്ടായിരുന്നു ഫസ്റ്റ് റാങ്കിന്റെ 3-4 പേരുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാൻ ആ പ്രതീക്ഷ നൽകിയതോടുകൂടി അച്ഛനും അമ്മയ്ക്കും എന്നിലെ 88% വലിയ ഇതായി. അങ്ങനെ ഈ +1 തിരിച്ച് വിഷയത്തിലേക്ക് വരാം. എനിക്ക് 90% കട്ട് ഓഫ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല. കാരണം അവിടെ മറ്റേ സ്കൂളിൽ 90% കട്ട് ഓഫ് വേണം. ഇതറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രണയിനിയായ ആ കുട്ടിയുടെ അച്ഛൻ അവളെ അവിടെ കൊണ്ടാക്കി. ബ്രില്യൻറ്റ്. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ ഹോൾഡ് ഉപയോഗിച്ചു, അച്ഛൻ്റെ ഹോൾഡ് ഉപയോഗിച്ചു, വാങ്ങിച്ച് വലിഞ്ഞ് കയറി. അപ്പൊ അവിടുത്തെ കുട്ടികളെ അവിടുത്തെ പയ്യന്മാരൊക്കെ എന്നോട് പറയുമായിരുന്നു. കാരണം എല്ലാവരും 90-95%, 94% മാർക്കൊക്കെ വാങ്ങിച്ച കുട്ടികൾ. അപ്പം ഞാനാണ് 88 കട്ട് ഓഫിൽ കയറുന്നത്. അപ്പം ഇവരാദ്യം തന്നെ ചോദിക്കുക, നിങ്ങളുടെ മറ്റേ എന്തായിരുന്നടാ DGP AGP എന്ന് പറയുന്ന പോലെ CGP, അതുപോലെ ചോദിക്കും. CGP ഒക്കെ എന്തോ സ്ഥാനം ചോദിക്കും.
ഫിസിക്സ് കെമിസ്ട്രി ഇതിന്റെ മാർക്ക് ചോദിക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാർക്ക് ചോദിച്ചുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വാട്ട് ഇസ് യുവർ ഫിസിക്സ് കെമിസ്ട്രി മറ്റേ വെരി ഗുഡ് ശരി. അങ്ങനെയാണ് അവരുണ്ട്. അപ്പോൾ 88 എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊക്കെ എന്നെ ഞാൻ ക്ലാസ്സിൽ ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ടു. ഞാൻ ക്ലാസ്സിൽ ആ കുട്ടിയോട് അവളുടെ അടുത്ത സുഹൃത്തുക്കളായ പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ സ്നേഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ ഉപദേശം പല സ്ഥലത്തും കിട്ടുന്നുണ്ടാവും. നിങ്ങൾ പ്രണയിക്കുന്നതൊക്കെ ഹാപ്പി ആയിരുന്നതൊക്കെ അവൻ പഠിക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കുഴപ്പനല്ലേ. അങ്ങനെ അവളെ പതിയെ ബ്രെയിൻ വാഷ് ചെയ്ത് തുടങ്ങുന്നു. ടീച്ചേഴ്സ് ഉൾപ്പെടെ ഞാനാണ് ഇയാൾ. കാരണം അവിടെ ഒരു മിഡ് ടേം ടെസ്റ്റ് വന്നപ്പോഴേക്കും 50 മാർക്കുള്ള എനിക്ക് 38 or 40 ആയി പോയപ്പോഴേക്കും ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റായി ഞാൻ. അങ്ങനെ പതിയെ ലാസ്റ്റ് അതേ ഞാൻ ഇതിന് അടുത്ത ദിവസമുള്ള കഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞപ്പോഴേക്കും ബോറടിക്കുന്നുണ്ടോ? ഇത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര നാണക്കേടായി. ഞാൻ അവളുടെ ക്ലാസ്സിലുള്ള ഏറ്റവും പൂർ സ്റ്റുഡൻറ്റിനെ പ്രേമിക്കുന്ന ഏറ്റവും ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്, ക്ലാസ്സിലെ ടോപ്പർ അവൾ, എന്നോട് പറഞ്ഞു സ്കൂൾ മാറിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ബ്രേക്കപ്പ്. അത് തന്നെ അവസ്ഥ. ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടിയല്ലേ, എനിക്ക് തിരിച്ച് മറ്റോടെ പോകാൻ പറ്റില്ല, അവൻ പറഞ്ഞ തല്ലിക്കൊല്ലും സാംസ്കൃത ടീം. അങ്ങനെ ഒരു ഗതിയില്ലാതെ വഴിയില്ലാതെ അവളുടെ പ്രഷർ താങ്ങാൻ ഈ സ്കൂളിലെ പ്രഷറുണ്ട്. കാരണം എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി എൻ്റെ പേര് പോലും ചോദിച്ചിരുന്നില്ല ഒരു 3 മാസത്തേക്ക്. അങ്ങനെ ഞാൻ സ്കൂൾ മാറി വേറൊരു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഞാൻ വീണ്ടും ഫ്രഞ്ച് എടുക്കുന്നു. തിരിച്ചതിലേക്ക് വരാം. ഈ ഫ്രഞ്ചല്ല സാൻസ്കൃത് എനിക്ക് കിട്ടിയ സാൻസ്കൃത് എടുക്കുന്നു. എനിക്കറിയില്ല, ഞാൻ പഠിച്ചു തുടങ്ങിയ സമയം. അന്ന് സാൻസ്കൃത്തിൽ ക്ലാസ് ടോപ്പറായിരുന്ന ഒരുത്തൻ, അവൻ്റെ ഫസ്റ്റ് മാർക്ക് 100-ലോ 50-ലോ 45-ഓ 47-ഓ ആയിരുന്നു ഫസ്റ്റ്. രണ്ടാമത്തെ മാർക്ക് ക്ലാസ് സെക്കൻഡ് ടോപ്പർ ഞാനായിരുന്നു, 5 മാർക്ക്. അത്ര വിവരക്കേടുള്ള പിള്ളേരായിരുന്നു. അതുകൊണ്ട് അവരുടെ ഇടയിൽ ഞാനൊരു ഹീറോ ആയിരുന്നു, മോൺസ്റ്റർ. കാരണം ബാക്കിയുള്ളവന്മാർക്കില്ലേ 2.5, 1.5 ഒന്നും അറിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ നമ്മുടെ സെൽഫ് വർത്ത്, സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ് നമ്മൾക്ക് വിലയുള്ള സ്ഥലത്ത് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവിടെ തപ്പ അറിയിക്കണം. നിങ്ങൾക്ക് വിലയില്ലേ, പോവാ അറിയിക്കണം. പ്രണയത്തിലായിക്കോട്ടെ ഇത് അപ്ലൈ ചെയ്യുക. നമ്മൾ അല്ലേ, നല്ല റിസൾട്ട് സുനിശ്ചിതം. മതി ബോറടിച്ചു.